അല്ല, താങ്കൾ എങ്ങനെ ഇതിലോട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് വന്ന എങ്ങനെയാ? ക്രിമിനൽ ആക്ടിവിറ്റിയിലൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടായതൊന്നുമല്ല. നമ്മളൊരു പ്രതിരോധ സംവിധാനത്തിലൂടെ വന്നതാണ്. ഏത് കാലഘട്ടത്തില്? അതൊരു 1980? 89, 90, 91, 92 അങ്ങനെ. അതെങ്ങനെ, ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണോ? രാഷ്ട്രീയ സംഘർഷമൊന്നുമില്ല. ഒരു കൂട്ടം ആളുകളുടെ ഇപ്പം എന്ത് ചെയ്താലും ഞാനിപ്പോൾ ഒരു CPM-ലോ കോൺഗ്രസിലോ അല്ലെങ്കിൽ BJP-ലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ത് തോന്നിയാസോ എനിക്ക് കാണിക്കാം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണം തമ്മിലത്തെ എനിക്കെതിരെ പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. CPM-ലുള്ളവരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട്. താങ്കൾ വളർത്തിയത് ഒരു UDF-ന്റെ സംവിധാനങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. UDF-ന്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കോൺഗ്രസ്സുകാരായിട്ട് ചെറുപ്പം പോലെ എൻ്റെ കൂട്ടുകാരൊക്കെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരുണ്ടായി. ഇപ്പോൾ കല്യാണത്തിന് എൻ്റെ എത്രയോ കൊല്ലം മുമ്പുള്ളവരാ PD മാർട്ടിൻ DC സെക്രട്ടറിയാ, ജോസഫ് ആന്റണി DCC സെക്രട്ടറിമാരിൽ ഒരാളാണ്. അങ്ങനെ എത്രയോ പേര് വന്ന് അന്നത്തെ ബന്ധമാണ്. 20 കൊല്ലമായിട്ട് ഞാൻ കാണാൻ ഒരു വർഗീസ് ഉണ്ട് കോലഞ്ചേരി, കോൺഗ്രസ്സിന് എപ്പോഴും DCC-ലുണ്ടാവും. അവൻ വരെ കല്യാണത്തിന് വന്നു. ഞങ്ങളൊക്കെ തമ്മിൽ സ്നേഹബന്ധം വരുന്നത്. പിന്നെ ഈ അന്ന് CPM-കാരായിട്ട് പല വിഷയങ്ങൾ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ ഉണ്ടായപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുണ്ട്, കോൺഗ്രസ് ആളുകളൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഈ MI ഷാനവാസ്കിയുടെ വാപ്പ ഉണ്ടായിരുന്നു, ഇബ്രാഹിംകുട്ടി വക്കീൽ. അദ്ദേഹം എൻ്റെ വക്കീലായിരുന്നു, MB ഇബ്രാഹിംകുട്ടി. മരിച്ചുപോയി അദ്ദേഹം MI ഷാനവാസിൻ്റെ വാപ്പായ. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പള്ളി പണിയുന്ന സമയത്ത് എന്നെ അവിടെ കൊണ്ട് നിർത്തി. ഞാൻ ഈ പ്രശ്നക്കാരനായിട്ട് ഇങ്ങനെ നടക്കേണ്ട, അദ്ദേഹം കേസിനൊക്കെ വന്ന് ജാമ്യം എടുത്ത് തന്നിട്ട് എനിക്ക് ബെയിലൊന്നും തരാതെ തന്നെ അങ്ങനെ ഇട്ട സമയത്ത് ഒന്നുമില്ല, വെറുതെ ബെയിൽ തരില്ല, പോലീസ് റിപ്പോർട്ടിൻ്റെ പുറത്ത് എനിക്ക് ജാമ്യം തരില്ല, എനിക്കൊരു മർഡർ കേസും ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുണ്ട്? എന്നാലും ഇപ്പൊ ഈ കണ്ണൂരും അവിടെ ഇവിടെ തിരുവനന്തപുരത്തെ കണക്കണ പോലെ കൈവെട്ടി കാലുവെട്ടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സംഘർഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രതിരോധിക്കുവായിരുന്നു. ഭീകരത എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ആരെങ്കിലും നമ്മളോട് കൂടെ നടക്കുന്നതോ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഇടപെട്ട് നമ്മളൊരു പ്രതിരോധം ഉണ്ടാവും. വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഗ്യാങ് ഉണ്ടാക്കി എത്ര പേരുടെ അതിപ്പോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്യാങ് എല്ലാ ജംഗ്ഷനിലും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ADGP വിജയൻ സാർ എന്ന് ഇവിടെ CP ആയിട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ 37 ഗ്യാങ് നിനക്കെതിരാണ്. അത് ഈ വിഷയത്തിലാണ്, തമ്മനത്തെ ജനജാഗ്രതയുടെ വിഷയത്തിൽ. ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. താങ്കൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ഗുണ്ടാ പ്രവർത്തനം അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തനത്തിൽ വരുന്ന സമയത്ത് ഞാൻ കാശൊന്നും മേടിച്ച് ആരും ഉപദ്രവിച്ചു. കൊട്ടേഷൻ തന്നെ അങ്ങനെയാണ്, നമ്മൾ പൈസ മേടിച്ചിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിക്കുന്ന അതിലും നല്ലത് കൂട്ടിക്കൊടുക്കണല്ലേ, അതിലും നല്ല പണിയാത്. നിങ്ങള് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചറിയാം, നമ്മുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞ വല്ല ചീട്ടുകളിയാ, നല്ല ചീട്ടുകളി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നമ്മൾ നേടും. ഞങ്ങൾ പറയും ഇന്ന് ഞങ്ങൾ നേടിയെന്ന് പറയും. അതുകൊണ്ട് നമ്മള് ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ട് കുടിപ്പക ഈ തമ്മനത്തൊന്നും ഉണ്ടായിരുന്ന വിഷയമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനജാഗ്രതയുടെ കൂടെ നിന്നപ്പോ ഇവര് ഒരു നല്ലൊരു ബെൽറ്റായിരുന്നു സുരേഷ്. അങ്ങനെ അവരുടെ പറ്റി സുരേഷ് ഈ പൈസലന്ന് ചെറുതാ, അവന് വരുമരായികളെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത പ്രായം. അത് നാട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി മിസ്റ്റേക്ക്. എന്തൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വയലന്റ് ആക്കരുതല്ലോ. നമ്മൾ സമാധാനത്തെ ഇപ്പം നമ്മൾ ടോമാണി എൻ്റെ നാട്ടിലുള്ളതാണെങ്കിൽ അത് ടോമിൻ്റെ ഫാദറുണ്ട്, അങ്ങനെ സംസാരിച്ച് അവർ ചെറുപ്പത്തിലേ നമ്മൾ വയലന്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവർ പിന്നെ വയലൻ്റായിട്ട് വളരും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതിപ്പോൾ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ. ജനങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അങ്ങോട്ട് തൂങ്ങി അവനവൻ്റെ മോനല്ലല്ലോ. ഈ കാരണന്മാർ പറയണ പോലെ അവനവൻ്റെ ആൾക്കാർ പുള്ളക്ക് നോക്കുമ്പോൾ നോക്കുള്ളൂ എന്ന് പറയണ പോലെ ആരാൻ്റെ അമ്മക്ക് എന്താ അങ്ങനെ പറയുമല്ലോ, നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആയത് അവനൊക്കെ. അപ്പം അവനും പിന്നെ അവൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ പൈസ ഉണ്ടായി, അയാൾ ട്രാൻസ്പോർട്ടിങ് നടത്തുന്ന ആളല്ലേ. അന്നത്തെ കാലത്ത് കോൺഗ്രസ് അവൻ പറഞ്ഞത് ശരിയാ, തമ്മനത്ത് കോൺഗ്രസ് വേറെ സ്ഥലത്തെ കോൺഗ്രസ് ഉണ്ട്. അന്നത്തെ കാലത്ത് അവൻ്റെ അപ്പച്ചനാണ് തമ്മനത്ത് കോൺഗ്രസ് ഉള്ളത്. അങ്ങനെ ഒരു വിരോധം ഈ തമ്മന ഫൈസലായിട്ട് നേർക്കുന്ന ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഈ വിഷയത്തിൽ ജനങ്ങളുടെ കൂടെ നിന്നപ്പോൾ ഞാനൊരു ഗുണ്ടായിട്ട് അറിയപ്പെടുന്ന ആളാണല്ലോ അന്ന്. അപ്പം ഞാൻ ഗുണ്ടകൾക്കെതിരായി.
അപ്പോൾ ഇവൻ വലിയ ആളായി. ഗുണ്ടകൾക്ക്, എല്ലാ ഗുണ്ടകൾക്കും ഞാനെതിരായി. ഇവിടെ ഗുണ്ടകൾക്കെതിരായിട്ടാണല്ലോ ജനങ്ങൾ ഈ പ്രചരണവും അതിന് മാർച്ചും, പോലീസ് സ്റ്റേഷൻ മാർച്ച്, ഡെയിലി പ്രചരണങ്ങൾ, തമ്മത്തെ പ്രതിഷേധം. ഇതിൻ്റെ ഇടയിൽ അറ്റംപ്റ്റ് 2-3 അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ആളുകൾക്ക് സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റില്ല. ഇവിടെ തമ്മനം വിട്ട് പുറത്തു പോയി സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുക. അങ്ങനെ ആയപ്പോൾ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ 1-2 പേര്, ഒരാൾ വന്ന് അവിടെ വെട്ടാൻ വന്നിട്ട് ആളെ പിടിച്ച് കെട്ടിയിട്ട് നാട്ടുകാരൊക്കെ കൂടി. അല്ല, ഇപ്പം എത്ര കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഈ കാലയളവിൽ? ഒരു 10-20 കേസ് എടുത്തുണ്ടായി. അതിൽ കുറേ കേസൊക്കെ കള്ളക്കേസ്. അങ്ങനെ അന്നൊക്കെ പോലീസ് പുതിയ സർക്കിൾ വന്നാൽ, പുതിയ ACP വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിച്ചുകൊണ്ട് പോകും. ഇന്നത്തെ പോലെയല്ല. അന്നെന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുമില്ല. നമ്മുടെ മാതാപിതാക്കൾ വന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നേ പറയുള്ളൂ. ഇനി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇല്ല എന്ന് പറയും. പിന്നെ നമ്മൾ ABS ഫയൽ ചെയ്യണം. അതൊക്കെ ഫയൽ ചെയ്ത് വരുമ്പോഴത്തേക്കും 2-3 ദിവസം പിടിക്കും. മനസ്സിലായോ? അന്ന് ഈ വിളിച്ചുകൊണ്ട് പോയിട്ട് വേറെ എവിടെ നിന്ന് ആംസ് ആക്ട്, കത്തിയും പാളും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിയാണ്. അല്ല ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ പറയാം. അങ്ങനെ കത്തി കൈവശം അല്ലെങ്കിൽ ആയുധങ്ങൾ കൈവശം വെച്ച് നടന്നിട്ടില്ല. നടന്നിട്ടുണ്ട്. അത് ഈ പ്രതിരോധത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരു ബലം വേണ്ടേ? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെയും കൊണ്ടുപോകണ്ടേ? അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ പേടിച്ച് ജീവിക്കാനും പറ്റില്ല. ഞാനൊക്കെ എന്നെ തല്ലിയത് തന്നെ 6-7 കേസുണ്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ, എന്നെ ഉപദ്രവിച്ചത്. അവസാനം 2013 അല്ലേ? അത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ്. 13 അത് ഇവര് രാഷ്ട്രീയക്കാരായിട്ടുണ്ടായ വിഷയം. CPM ആയിട്ട് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകളും ശരിയല്ലായിരുന്നു. അതിൻ്റെ അനിയനായിട്ട് ഞങ്ങളിവിടെ ലീഗിൻ്റെ അനിയനൊക്കെ ലീഗിൻ്റെ പാർട്ടി പ്രവർത്തനമായിട്ട് ഇറങ്ങി. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ലീഗിലേക്ക് കൂടി. നമ്മുടെ അനിയൻ്റെ ഭാഗത്തുമൊക്കെ തെറ്റുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഈ അവർ കൂട്ടുകൂടി അങ്ങനെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ എടുത്തിയാടി. ഇപ്പോൾ ഒരു സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരും ഉപദ്രവിക്കാനുള്ളതല്ലോ. അല്ല, താങ്കൾ വെട്ടി താങ്കളുടെ കൂടെയുള്ള ആളുടെ കണ്ണ് വരെ പോയ സംഭവം അല്ലേ? അതെ അതെ. അപ്പൊ അതിന് തിരിച്ചടിച്ചായിരുന്നോ? ഇല്ല. ഇപ്പം ഒരാള് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ 1997 ശേഷം ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വഴിമാറിയെന്ന്. 97 ശേഷമൊക്കെ ഞാൻ പ്രതിരോധമൊന്നും വലുതായിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് പ്രതിരോധം ഉണ്ടാവും, അതെപ്പോഴും ഉണ്ടാവും, നാളെ ഉണ്ടാവും. ആരെങ്കിലും ആക്രമിക്കാൻ വന്നത് തിരിച്ചടിക്കും. എന്നെ ആക്രമിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒറ്റക്കല്ലേ നടക്കുന്നത്. അങ്ങനെ ആക്രമിക്കുന്നവർക്ക് എന്നെ ആക്രമിക്കാമല്ലോ. ഈ ഒരാളെ അന്നത്തെ കാലത്തും ഈ കേസും പ്രശ്നങ്ങളായിട്ടൊക്കെ ഈ 2000-ലും 2001-ലും 97-ലും 98-ലൊക്കെ നടക്കുന്ന സമയത്തും ഞാൻ ഒറ്റക്ക് നടക്കുന്നു. എന്നെ ആക്രമിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈശ്വരന്റെ ഇതുകൊണ്ട് നമ്മൾ പെട്ടിട്ടില്ല. അപ്പൊ ആർക്കും ആരെയും ചെയ്യാമല്ലോ. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കണം. അല്ല, അങ്ങനെ ശത്രുക്കൾ, നിലവിൽ ശത്രുക്കളുണ്ടോ? അങ്ങനെ എനിക്കാരും ശത്രുതയൊന്നുമില്ല. അല്ല, നിലപാടുകളൊന്നും മാറില്ല. ഞാൻ നിലപാടുകൾ ആരോടും പറയും. എനിക്കാരോടും ശത്രുതയൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ. എല്ലാവരും ജീവിക്കാനല്ലേ.